ഹലോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടറിന്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിൽ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഇഫ് എ ബി വെക്ടർ എ സി വെക്ടർ ആർ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്, എ ബി സി. എ ബി വെക്ടർ എന്നിട്ടുണ്ട്, എ സി വെക്ടർ എന്നിട്ടുണ്ട്. എ ബി വെക്ടർ എന്താ? 3i plus 4k ആണ് എ ബി വെക്ടർ. ദെൻ എ സി വെക്ടർ എന്താണ്? 5i then minus 2j plus 4k. ഇതാണ് എ സി വെക്ടർ. ദെൻ ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ ത്രൂ എ. ദെൻ മീഡിയന്റെ ലെങ്ത് ആണ് കാണുന്നത്. എവിടുന്ന് വരക്കണം മീഡിയന്റെ? ഏന്ന് വരക്കുന്ന മീഡിയന്റെ ലെങ്ത്. നമുക്ക് ഈ വെക്ടർ ഈസി ആയി കണ്ടുകൂടെ? നോക്കിയാ ഈ വെക്ടർ കാണാം. ഈ മീഡിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ 1:1 ആണ്. അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെക്ടർ കാണാൻ പറ്റും. സപ്പോസ് ഈ പോയിന്റ് എം ആണ്, അഥവാ എ എം വെക്ടർ. ഏന്ന് വരച്ച മീഡിയന്റെ വെക്ടർ എന്താണ് വരിക? ഇത് രണ്ടും കൂട്ടുക, ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. നോക്കി ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 8i minus 2j then plus 8k അല്ലേ? ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മളെ മീഡിയൻ വെക്ടർ വരിക. അഥവാ 4i minus j plus 4k ആണ് മീഡിയൻ വെക്ടർ വരിക, എ എം വെക്ടർ. അതിന്റെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞത്. ഇതിന്റെ ലെങ്ത് എങ്ങനെയാണ്, അഥവാ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? √4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 16 32 32 33. അപ്പൊ √33 ആണ് എന്ത് വരിക? മീഡിയന്റെ ലെങ്ത് വരിക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ദ നോൺ സീറോ വെക്ടേഴ്സ് എ ബി ആൻഡ് സി ആർ റിലേറ്റഡ് ബൈ. എ ഈക്വൽ ടു 8 എന്നല്ല, എ വെക്ടർ ഈക്വൽ ടു 8 ബി വെക്ടർ എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ സി വെക്ടർ ഇസ് ഈക്വൽ ടു -7 ബി വെക്ടർ എന്നാണ്. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി. വളരെ സിമ്പിൾ ആണ്. നോക്കിയാൽ എ വെക്ടർ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതാണ് ബി വെക്ടർ. നോക്കുക, ഇത് ബി വെക്ടർ. എ വെക്ടർ എന്താ വരിക? 8 ബി വെക്ടർ അല്ലേ? ദെൻ സി വെക്ടർ എന്താ വരിക? -7 ബി വെക്ടർ. -7 ബി വെക്ടർ. നോക്കിയാ, അപ്പോ എ വെക്ടർ ഇതാണ്, സി വെക്ടർ ഇതാണ്. ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 180 ഡിഗ്രി ആണ്. കാരണം ഒന്ന് ബീനേറ്റ് പാരലാണ്, ഒന്ന് ബീനേറ്റ് ആന്റി പാരലാണ്. അപ്പൊ എത്ര വരിക? ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ, പൈ റേഡിയൻ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്റെ പൊസിഷൻ വെക്ടർ എന്നുണ്ട് 2i plus 2j plus k. ബിന്റെ പൊസിഷൻ വെക്ടർ എന്നുണ്ട് 2i plus 4j plus 4k. ദെൻ ഈ ബി ഒ എ എന്ന് പറഞ്ഞ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടറിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അതെങ്ങനെ കാണാന്ന് പറയുക? വളരെ സിമ്പിൾ ആയിട്ട് കാണാം. നോക്കിയാ, ഞാൻ ഇത് വെച്ചിട്ടൊരു ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കി. ഇത് ഒറിജിൻ അല്ലെ? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഒറിജിൻ ആണ്, അഥവാ 0 0 0. ദെൻ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഇതാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താകും? 2 2 1. ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താ വരിക? 2 4 4. ബി ഒ എ ഈ ആംഗിളിന്റെ ഇന്റേണൽ ബൈസെക്ടറിന്റെ ലെങ്ത് ആണ് കാണുന്നത് അല്ലേ? ഈ ഇന്റേണൽ ബൈസെക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്റേണൽ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസന്റ് സൈഡ്സിന്റെ റേഷ്യോയിലെ ഡിവൈഡ് ചെയ്യാം. അഥവാ ഈ ലെങ്ത് ഞാൻ കാണും. ഈ ലെങ്ത് നമ്മൾ ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് ഫോർമുല വെക്കുകയാണെന്നുണ്ടെങ്കിൽ √2² + 2² + 1 എത്രയാണ്? 3. ഈ ലെങ്ത് എത്ര വരിക? √4² 4² 2². 32 36 36ന്റെ റൂട്ട് 6. അപ്പോ ഈ ലെങ്ത് 3 യൂണിറ്റ് ആണ്, ഈ ലെങ്ത് 6 യൂണിറ്റ് ആണ്. അപ്പോ ഈ റേഷ്യോ അഥവാ സപ്പോസ് ഈ പോയിന്റ് എം ആണെന്ന് കൂട്ടുക. ദെൻ എ എം ഈസ് ടു എം ബി എന്ന് പറഞ്ഞാൽ 3:6 അഥവാ 1:2 എന്ന് പറഞ്ഞ റേഷ്യോയിലെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ സെക്ഷൻ ഫോർമുല വെച്ച് നമുക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് കാണാം. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തെങ്കിലും വരിക? എക്സ് കോർഡിനേറ്റ് പറഞ്ഞാൽ 1 × 2 2 plus 2 × 2 4 ഡിവൈഡഡ് ബൈ 1 plus 2 3. എത്ര? 6/3 2. വൈ കോർഡിനേറ്റ് വരും 1 × 4 4 plus 2 × 2 4 ഡിവൈഡഡ് ബൈ 1 plus 2 3. എത്ര? 8/3. ആൻഡ് സെഡ് കോർഡിനേറ്റ് എന്താ വരിക? സെഡ് കോർഡിനേറ്റ് 1 × 4 4 plus 2 × 1 2 ഡിവൈഡഡ് ബൈ 3. എത്ര വരിക? 6/3 2. അപ്പൊ എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് ശരിയല്ലേ? 1 × 4 4 2 × 2 4 കറക്റ്റ്. പിന്നെ 8/3. പിന്നെ എത്ര വരിക? 2. ഇനി നമുക്ക് ഈ മീഡിയന്റെ ലെങ്ത് ഈസി ആയിട്ട് കാണാം. √2² + 8/3 the whole square
പ്ലസ് 2 സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. ക്ലിയർ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഇഫ് എ ഡോട്ട് ബി ഈക്വൽ ടു 0, എ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി. Then a plus b make an angle 60 degree with a. A plus b എന്ന് പറഞ്ഞ വെക്ടർ എനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി എന്നാണ് കാണേണ്ടത് അല്ലേ? നോക്കിയാ, ഇതിനെ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? എ പ്ലസ് ബി ഡോട്ട് വിത്ത് എ എന്ന് പറഞ്ഞാൽ എന്താ വരിക? മോഡ് ഓഫ് എ പ്ലസ് ബി ദെൻ മോഡ് ഓഫ് എ ഇൻറ്റു ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ കോസ് 60 അല്ലെ? ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദെൻ ഇതിനെ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ഡോട്ട് എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു മോഡ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു മോഡ് എ ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് അല്ലേ? ദെൻ ഇവിടുന്ന് ഒരു മോഡ് ബി ക്യാൻസൽ. മോഡ് എ ഈക്വൽസ് എന്താ? ഈ ഹാഫിനെ കൊടുക്കുന്ന 2 മോഡ് എ ഈക്വൽസ് മോഡ് ഓഫ് എ പ്ലസ് ബി. ഇങ്ങനത്തെ ഓപ്ഷൻ ഇതിലുണ്ടാവും ഇല്ല. ഇവിടെ എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. ഫൈൻ. ദെൻ മോഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മളെടുത്ത് ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി. ഇത് 0 ആണ്. ദെൻ അപ്പൊ മോഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനൊക്കെ എങ്ങനെ എഴുതാം? മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്താ 4 മോഡ് എ സ്ക്വയർ ഈക്വൽ ടു മോഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? മോഡ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടി? 4 മോഡ് എ സ്ക്വയർ ഈക്വൽ ടു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ എന്ന് കിട്ടി. റീഅറേഞ്ച് ചെയ്താ 3 മോഡ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് ബി സ്ക്വയർ. അപ്പോ നമ്മൾ ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √3 മോഡ് എ ഈക്വൽ ടു മോഡ് ബി. ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് അതില്. √3 മോഡ് എ ഈക്വൽ ടു മോഡ് ബി, ഓപ്ഷൻ ഇ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 വന്നിട്ടുണ്ട്. ദെൻ പിന്നെ പറയുന്നത് മോഡ് എ ഈക്വൽ ടു 3, മോഡ് ബി ഈക്വൽ ടു എത്ര? മോഡ് ബി ഈക്വൽ ടു 5, മോഡ് സി ഈക്വൽ ടു 7. ദെൻ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് കാണുന്നത്. നോക്കിയാ, എയും ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെ കാണുക? കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. ഇതാണ് എയും ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ കാണാനുള്ള ഫോർമുല. ഇവിടുന്ന് എന്തെഴുതാ? എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് സി എന്ന് എഴുതിക്കൂടെ? ഇവിടുന്ന് രണ്ട് സൈഡിലും മോഡ് എടുക്കുകയാണെങ്കിൽ മോഡ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു മോഡ് ഓഫ് മൈനസ് സി. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ മോഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് മോഡ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് സി സ്ക്വയർ. ദെൻ ഇവിടെ നിന്നിട്ട് മോഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി ഈക്വൽ ടു എന്താ? മോഡ് സി സ്ക്വയർ. മോഡ് എ സ്ക്വയർ എത്രയാണ്? 9, മോഡ് ബി സ്ക്വയർ 25 പ്ലസ് 2 എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് സി സ്ക്വയർ എത്ര? 49 അല്ലേ? അപ്പൊ 2 ടൈംസ് എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്? ഇവിടെ 34 വരിക. 9ഉം 25 34. 49 നിന്നും 34 പോയ അവിടെ 5 എത്ര? 15 വരിക. 15. ഇനി എ ഡോട്ട് ബിന്റെ ഫോർമുല വെച്ചാൽ മതി. ഈ ഫോർമുല തന്നെ വെക്കണം എന്നില്ല. നോക്കിയാൽ 2 ടൈംസ് എ ഡോട്ട് ബി പറഞ്ഞാൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുണ്ടാക്കണ ആംഗിൾ. മോഡ് എത്രയാണ്? 3, മോഡ് ബി എത്രയാണ്? 5. അപ്പൊ 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു 15. വെട്ടി കോസ് തീറ്റന്റെ വാല്യൂ ഹാഫ്. തീറ്റ എത്രയാണ്? 60 ഡിഗ്രി അഥവാ π/3, ഓപ്ഷൻ എ. ദെൻ 6th ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞിട്ടൊരു വെക്ടർ എന്നുണ്ട് i-2j + 3k. എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് ബി സ്ക്വയർ ആണ്. മോഡ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു √7. മോഡ് ബിന്റെ വാല്യൂ എന്താണെന്നാണ് കാണേണ്ടത്. നമുക്ക് ഇതിനൊരു ഫോർമുല അറിയാം. മോഡ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 7. മോഡ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്കൊരു ഫോർമുല അറിയാം. എന്താ? മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് 2 എ ഡോട്ട് ബി. നോക്കിയാ, ഇത് 7 ആണ് അല്ലേ? മോഡ് എ സ്ക്വയർ എന്താ വരിക? ഇവിടുന്ന് മോഡ് എ എന്ന് പറഞ്ഞാൽ എത്ര? √1 + 4 + 9 √14. അപ്പൊ മോഡ് എ സ്ക്വയർ 14 പ്ലസ് മോഡ് ബി സ്ക്വയർ അതാണ് കാണേണ്ടത്. മോഡ് ബി സ്ക്വയർ അവിടെ നിൽക്കട്ടെ. ദെൻ എ ഡോട്ട് ബി എന്താണ്? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് ബി സ്ക്വയർ ആണ്. അപ്പൊ -2 മോഡ് ബി സ്ക്വയർ
ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ -7 is equal to minus mod b square വെട്ടിപ്പോയി mod b equal to √7. ഓപ്ഷൻ എ. 7th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അഥവാ 7th 5th ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. A, B, C are 3 non-zero vectors such that each one of them being perpendicular to the sum of other. Then A, B, C എന്ന് പറഞ്ഞത് 3 non-zero vectors ആണെന്ന് പറഞ്ഞിട്ട് A വെക്റ്റർ, B വെക്റ്റർ, C വെക്റ്റർ. ഈ വെക്റ്ററുകളുടെ പ്രത്യേകത എന്താ? ഓരോന്നും ബാക്കിയുള്ള 2 വെക്റ്ററിന്റെ സമ്മിന് പെർപെൻഡിക്കുലർ ആണ്, അഥവാ A is perpendicular to B plus C. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? A dot B plus C equal to 0. Similarly, B perpendicular to A plus C, അഥവാ A dot B dot എന്താണ്? A plus C will be equal to 0. 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് will be 0 കാരണം. Similarly, C is perpendicular to C എന്ന് പറഞ്ഞ വെക്ടർ ബാക്കിയുള്ള 2 വെക്ടറിന്റെ സമ്മിന് A plus B ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനർത്ഥം C ഡോട്ട് A plus B equal to 0. ഇനി നമുക്ക് എന്തിന്റെ വാല്യൂ കാണുന്നുണ്ട്? മോഡ് ഓഫ് A plus B plus C the whole squareന്റെ വാല്യൂ കാണുന്നുണ്ട്. നോക്കിയാൽ മോഡ് ഓഫ് A plus B plus C the whole squareന്റെ ഒരു ഫോർമുല ഉണ്ട്. മോഡ് A സ്ക്വയർ പ്ലസ് മോഡ് B സ്ക്വയർ പ്ലസ് മോഡ് C സ്ക്വയർ പ്ലസ് 2 times A dot B plus B dot C plus C dot A. ഇവിടെ നിങ്ങൾ ഇതിന് ഈ ഡോട്ട് പ്രൊഡക്റ്റിനെ നോക്കിയാൽ ഈ കണ്ടീഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. നോക്കിയാൽ ഈ ഡോട്ടിനെ ഉള്ളിലെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടും A dot B plus A dot C equal to 0. ഇവിടുന്ന് B dot A plus B dot C equal to 0. ഇവിടുന്ന് C dot A plus C dot B equal to 0. ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് കിട്ടുക. 2 times A dot B plus B dot C plus C dot A എന്നാണ് കിട്ടുക. ദെൻ അപ്പോ ഇതിന്റെ വാല്യൂ എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പോ എന്ത് കിട്ടി? മോഡ് ഓഫ് A plus B plus C the whole square is equal to mod A square plus mod B square plus mod C square ആണ് ഉത്തരം വരിക. അപ്പോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. 9th ക്വസ്റ്റ്യൻ എന്താ? A, B, C എന്ന് പറഞ്ഞത് 3 യൂണിറ്റ് വെക്ടറുകളാണ്. സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. മോഡ് ഓഫ് A minus B the whole square plus mod of B minus C the whole square plus mod of C minus A the whole square equal to 9. Then ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടെത്തുന്നത്. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ A, B, C യൂണിറ്റ് വെക്ടറുകളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പോ ഇവിടുന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? മോഡ് A സ്ക്വയർ പ്ലസ് മോഡ് B സ്ക്വയർ മൈനസ് 2A ഡോട്ട് B. ഇവിടെ സിമിലർലി മോഡ് ഓഫ് B മൈനസ് C the whole square എന്ന് പറഞ്ഞാൽ മോഡ് C സ്ക്വയർ പ്ലസ് മോഡ് B സ്ക്വയർ പ്ലസ് മോഡ് C സ്ക്വയർ മൈനസ് 2B ഡോട്ട് C പ്ലസ് മോഡ് C സ്ക്വയർ പ്ലസ് മോഡ് A സ്ക്വയർ മൈനസ് 2A ഡോട്ട് C. ഇതാണ് 9 അല്ലേ? മോഡ് A മോഡ് B മോഡ് C ഒക്കെ 1 ആണ്. അപ്പൊ ഇത് 1 ഇത് 1 ഇത് 1 1 1 1. അപ്പൊ മൊത്തം എത്രയായി? 1 2 3 4 5 6 മൈനസ് 2 ടൈംസ് A ഡോട്ട് B B ഡോട്ട് C A ഡോട്ട് C A ഡോട്ട് B B ഡോട്ട് C പ്ലസ് C ഡോട്ട് A. ഇതാണ് 9 വരുന്നത്. നോക്കിയാ ഇത് അങ്ങോട്ട് പോയാൽ ഇവിടെ 3 ആയി. Then A dot B plus B dot C plus C dot A എന്താണ്? മൈനസ് 3/2 ആണ് കിട്ടുക. ദെൻ ഇതിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. നോക്കിയാൽ ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? നമുക്കറിയാം മോഡ് ഓഫ് A plus B plus C the whole square ഫോർമുല നമുക്കറിയാം. അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് ഓഫ് ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ A ന്റെ സ്ഥാനത്ത് 2A, B ന്റെ സ്ഥാനത്ത് 5B, C ന്റെ സ്ഥാനത്ത് 5C. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 4 mod A സ്ക്വയർ പ്ലസ് 25 mod B സ്ക്വയർ പ്ലസ് 25 mod C സ്ക്വയർ പ്ലസ് 2 ടൈംസ് A dot B 2A dot 5B എന്ന് പറഞ്ഞാൽ 10A dot B പ്ലസ് എന്താണ് 25B dot C പ്ലസ് എന്ത് വരും? 10A dot C. ഇതിന്റെ വാല്യൂ എന്താന്ന് കണ്ടെത്തി വെക്കാം. നോക്കിയാ ഇത് നമുക്കറിയാം മോഡ് A 1 മോഡ് B 1 മോഡ് C 1. അപ്പൊ ഇവിടെ 4 25 25 25 പ്ലസ് 25 50 54 പ്ലസ് 2 ടൈംസ് ഇവിടെ 10A dot B 10B dot C 10A dot C. നോക്കിയാൽ നമുക്ക് ആ കൂടി ഒരു കണ്ടീഷനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവർ തന്ന ഡാറ്റ വെച്ചിട്ട് A dot B plus B dot C plus C dot A minus 3/2 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ വെക്ടറുകളെ സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടും. എയും ബിയും സി എന്താ? യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ A dot B എന്താ വരിക? A dot B എന്ന് പറഞ്ഞാൽ മോഡ് A മോഡ് B. സപ്പോസ് എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കോസ് ആൽഫ ആണെന്നുണ്ടെങ്കിൽ A dot B എന്തൊരു? മോഡ് A മോഡ് B കോസ് ആൽഫ അല്ലെ? അപ്പൊ കോസ് ആൽഫ ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ കോസ് ആൽഫ
ബിയും സിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇത് കോസ് ബീറ്റ വരും, ഇത് കോസ് ഗാമ വരും അല്ലേ. അപ്പൊ കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ പ്ലസ് കോസ് ഗാമ എന്ത് വരണം? -3/2 വരുന്ന രീതിയിൽ ഇക്ക് ആംഗിളുകളെ സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്താന്ന് കണ്ടെത്താം. നോക്കിയാ ആൽഫ ബീറ്റ ഗാമ ഇതിന് മൂന്നിന് ഞാൻ 2π/3 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഇതിന്റെ മൂന്നിന്റെയും വാല്യൂ 2π/3 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. അപ്പോ ആ രീതിയിൽ ഈ ആംഗിൾ വെക്ടറുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്താണെന്ന് ഈസി ആയിട്ട് കണ്ടെത്താം. നോക്കിയാം കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ -1/2, കോസ് 2π/3 പറഞ്ഞാൽ -1/2, ഇത് -1/2 -1/2 അപ്പൊ -3/2. ദെൻ അപ്പൊ ഇതിന്റെ വാല്യൂ കാണാം. അപ്പോ 10 ടൈംസ് a.b കോസ് ആൽഫ വരിക -1/2, then plus 25 times -1/2 plus 10 times -1/2 അല്ലേ. ഇവിടെ 2 2 2 2 വെട്ടിപ്പോയി. 54 മൈനസ് ഓഫ് ഈ മൈനസിനെ പുറത്തെത്ത 10 പ്ലസ് then again 10 plus 25 എത്ര ഇവിടെ എത്ര വരിക? 35 45 അല്ലേ. 45 മൈനസ് അല്ലേ, ശരിയല്ലേ. ഇവിടെ 54 മൈനസ് എത്ര കിട്ടിയത്? 54 മൈനസ് 45 എത്ര? 9 ആണ് ഉത്തരം വരിക. അപ്പോ 9 ആണ് എന്ത് കിട്ടിയത്? ഇതിന്റെ സ്ക്വയർ 9 ആണ് കിട്ടിയത്. അപ്പോ ഇതിന്റെ വാല്യൂ എന്താ വരിക? ഇതിന്റെ റൂട്ട് എടുക്കുക 3. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. 10ാമത്തെ ക്വസ്റ്റിനും 12ാമത്തെ ക്വസ്റ്റിനും ഒരേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്, അഥവാ വർക്ക് ഡൺ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ എങ്ങനെ കാണാം? വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ F.S ആണ്. F എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ്. ഒരു പാർട്ടിക്കിളിന്മേ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? F1 + F2 ആണ് വരിക. അഥവാ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? I then -3J + 5K. ഇതാണ് നെറ്റ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ വരിക? ഈ പോയിന്റ് ഈ പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താ വരിക? ഈ പോയിന്റ് നിന്ന് കുറച്ചാൽ മതി. 6 - 4 2i, then 1 - -3 plus 4j, then -3 -2 -k. ഇപ്പൊ എന്തായി? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആയി, ഫോഴ്സ് വെക്ടർ ആയി. ഇനി F.S ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. ഡോട്ട് എങ്ങനെ ചെയ്യുക? ഐകളെ തമ്മിൽ ഗുണിക്കുക, ഇവിടെ 2 ജെകളെ തമ്മിൽ ഗുണിക്കുക, -12 കെകളെ തമ്മിൽ ഗുണിക്കുക, -5 2 - 17 എത്ര? -15 ജൂളാണ് എന്ത് വരിക? വർക്ക് ഡൺ വരിക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഏതാ? Where is the option? Wait, ഓപ്ഷൻ ഇ ആണ് വരിക. അതില് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? XY പ്ലെയിനിൽ ഒരു യൂണിറ്റ് വെക്ടർ എടുത്തു. XY പ്ലെയിനിൽ എടുത്ത യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ആൽഫ i + ബീറ്റ j എന്ന് വിളിക്കാം. കാരണം കെന്റെ ആളുണ്ടാവില്ല. ഈ വെക്ടർ എന്താണ്? മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് I + j. ഈ വെക്ടർ I + j എന്ന് പറഞ്ഞ വെക്ടറിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എന്താ വരിക? കോസ് ഇൻവേഴ്സ് ഇതേ ഡോട്ട് ചെയ്ത് ആൽഫ + ബീറ്റ ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. കാരണം ഇത് യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് √2. ഇത് എത്രയാണ് വരുന്നത്? 45 ഡിഗ്രിയാണ് വരുന്നത്. അതായത് ആൽഫ + ബീറ്റ ബൈ √2 ഈക്വൽ ടു കോസ് 45 1/√2. ഇത് രണ്ടും വെട്ടിപ്പോയി. ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ 1. ഒരു ഇക്വേഷൻ കിട്ടി. Then an angle 60 degree with എന്താണ്? വേറെ വെക്ടർ എന്നുണ്ട് 3i - 4j എന്ന് പറഞ്ഞിട്ട് വേറെ വെക്ടർ എന്നുണ്ട്. ഈ വെക്ടറായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ആൽഫയിലും ബീറ്റയിലുള്ള രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കാം. α² + β² 1 ആണ്. കാരണം ഇത് യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ ഈ 3 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡാറ്റ ഉണ്ട്. ആൽഫയും ബീറ്റയും കണ്ടു കഴിഞ്ഞാൽ ഉത്തരായി. അപ്പോ ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് 3 വേണ്ട 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കിട്ടും. അപ്പൊ വെക്ടർ ഉണ്ടാകും. 13ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു വെക്ടർ കണ്ടെത്തണം. ആ വെക്ടർ എന്റെയും ബിന്റെയും പ്ലെയിനിലുള്ള വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ എന്റെയും ബിന്റെയും പ്ലെയിനിലുള്ള സകല വെക്ടറിനൊക്കെ എങ്ങനെ എഴുതാറ്? A + λb എന്ന് എഴുതാം. കാരണം ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എപ്പോഴും എന്താണ് വരിക? എന്റെയും ബിന്റെയും പ്ലെയിനിലുള്ള വെക്ടറാണ് വരിക. അപ്പോ ആ വെക്ടർ കിട്ടി. ഇനി A + λb, ലാംഡക്ക് എന്ത് വാല്യൂ കൊടുത്താലും ശരി നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ എന്റെയും ബിന്റെയും പ്ലെയിനിലുള്ള വെക്ടർ ആവും. ഇനി നമ്മൾ കണ്ടെത്തേണ്ട വെക്ടറിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രൊജക്ഷൻ ഓൺ സി എത്രയാണ്? 1/√3 ആണ്. അഥവാ അതിന്റെ പ്രൊജക്ഷൻ, ഒരു വെക്ടറിന്റെ പ്രൊജക്ഷൻ എങ്ങനെ കാണുക? ഈ വെക്ടറിന്റെ പ്രൊജക്ഷൻ ഓൺ സി എന്ന് പറഞ്ഞാൽ A + λb
ഡോട്ട് വിത്ത് സി ഡിവൈഡഡ് ബൈ മോഡ് സി, ഇതാണ് എന്ത് വരിക 1/√3 വരിക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ലാംഡന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ലാംഡന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടറായി. മോഡ് സി എത്രയാണ് വരിക √3. ദെൻ എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. ലാംഡന്റെ വാല്യൂ മാത്രമേ കണ്ടെത്താനുള്ളൂ. ലാംഡന്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് വെക്ടർ ആണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്ലിയർ? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കിയാൽ മതി. 14ാമത്തെ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 വെക്ടറുകൾ തന്നിട്ടുണ്ട്. ഈ 2 വെക്ടറുകൾ അഡ്ജസ്റ്റന്റ് സൈഡ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. എ വെക്ടറും ബി വെക്ടറും ഈ 2 വെക്ടറുകൾക്കുള്ള ആംഗിൾ എത്രയാണ്? π/6 ആണ്. നമ്മൾക്ക് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ് അല്ലേ. അപ്പൊ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി പറഞ്ഞാൽ മോഡ് ബി സൈൻ തീറ്റ അല്ലേ. ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ് വരിക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി 5 ആണ്. സൈൻ π/6 എന്ന് പറഞ്ഞാൽ 1/2 എത്ര? 15/4 ആണ് എന്ത് വരിക? ട്രയാങ്കിളിന്റെ ഏരിയ വരിക. ഓപ്ഷൻ എ. 15ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. മോഡ് ഓഫ് a + b = √29 a ക്രോസ് ദിസ് വെക്ടർ ഈക്വൽ ടു 2y + 3j + 4k ക്രോസ് b ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാ ഇതിനെ എങ്ങോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എ ക്രോസ്, ഞാൻ ഈ വെക്ടറിനെ എന്ത് വിളിച്ചു? സി വെക്ടർ എന്ന് വിളിച്ചു. ഇതും അതേ വെക്ടറിനല്ലേ, സി വെക്ടർ അല്ലേ. അപ്പൊ എ ക്രോസ് സി ഈക്വൽ ടു സി ക്രോസ് ബി. അതിനർത്ഥം ഇതിനെങ്ങോട്ട് റീഅറേഞ്ച് ചെയ്താൽ എ ക്രോസ് സി ഈക്വൽ ടു എ ക്രോസ് സി മൈനസ് സി ക്രോസ് ബി ഈക്വൽ ടു 0. ഇതിനൊക്കെ എങ്ങനെ എഴുതാം? എ ക്രോസ് സി ദെൻ സി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ബി ക്രോസ് സി ആണ്. അപ്പോ മൈനസ് മൈനസ് പ്ലസ് ബി ക്രോസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതാം. നോക്കിയാ ഇതിനൊക്കെ എ പ്ലസ് ബി ക്രോസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? നോക്കിയാ ഇതേ ക്രോസ് ഇത് 0 വരണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ ഒരു 0 വെക്ടർ അല്ല, സിയും ഒരു 0 വെക്ടർ അല്ല. അപ്പൊ രണ്ടിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് 0 വരണമെന്നുണ്ടെങ്കിൽ അത് പാരലൽ ആകണം. അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ എന്തിന് പാരലൽ ആകണം? സിക്ക് പാരലൽ ആകണം. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ എന്താണെന്ന് എഴുതാം? എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ ലാംഡ ഇൻറ്റു സി ആണെന്ന് എഴുതാം. സി എന്ന് പറഞ്ഞ വെക്ടർ എന്താ? 2y + 3j + 4k ആണ്. ലാംഡന്റെ വാല്യൂ കാണാൻ വളരെ സിമ്പിൾ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് a ക്രോസ് ബി √29 ആണ്. അപ്പോ മാഗ്നിറ്റ്യൂഡ് ഓഫ് a ക്രോസ് ബി നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ എത്രയാണ്? ലാംഡ ടൈംസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരിക? ഇവിടെ 16 9 25 29 ലാംഡ ടൈംസ് √29 അല്ലേ, ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് a ക്രോസ് ബി √29. അതിന്റെ അർത്ഥം ലാംഡന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ ഇതാണ്. ഇനി എന്താ കാണേണ്ടത്? എ പ്ലസ് ബി ഡോട്ട് വിത്ത് -7i + 2j + 7k. എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ കിട്ടി. പിന്നെ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് വിളിച്ച് ചോദിക്കണത് കാണാൻ പറ്റും. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ബി എന്ന് പറഞ്ഞിട്ട് 2 വെക്ടറുകൾ തന്നിട്ടുണ്ട് വിച്ച് ആർ നോട്ട് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് എ വെക്ടർ ആയിക്കോട്ടെ, ഇത് ബി വെക്ടർ ആയിക്കോട്ടെ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ അല്ല. ഈ ആംഗിൾ എന്താവാൻ പാടില്ല? തീറ്റ നോട്ട് ഈക്വൽ ടു 90 അല്ലേ. C and D are 2 vectors satisfying B cross C equal to B cross D. ഇവിടെ നിന്നൊക്കെ ഒരു കാര്യം എഴുതാം. B cross C minus B cross D equal to 0. B cross with C minus D equal to 0. അതിനർത്ഥം എന്താണ്? B എന്ന് പറഞ്ഞ വെക്ടർ is parallel to C minus D. അപ്പൊ 2 പോയിന്റ് കിട്ടി. Then A dot D equal to 0. A dot D equal to 0 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ വെക്ടർ എന്തിന് പെർപെൻഡിക്കുലർ ആ? Dക്ക് പെർപെൻഡിക്കുലർ ആണ്. Then the vector D is equal to D എന്ന് പറഞ്ഞ വെക്ടർ എന്താണെന്നാണ് ചോദ്യം അല്ലേ. A എന്ന് പറഞ്ഞ വെക്ടർ Dക്ക് പെർപെൻഡിക്കുലർ ആണ്. Then B cross C minus D 0. B is parallel to എന്താണ്? C minus D. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം എഴുതിക്കൂടെ? B is equal to lambda into, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഡീനെ മാറ്റിയാൽ മതി അല്ലേ. ഡീനെ മാറ്റിയാൽ മതി. ഫൈൻ. B is parallel to C minus D എന്ന് പറയുമ്പോൾ എനിക്ക് C minus D യിലൊക്കെ എങ്ങനെ എഴുതാം? ലാംഡ ടൈംസ് D എന്ന് എഴുതാം. അതായത് C minus lambda B equal to D എന്ന് എഴുതാം അല്ലേ. ദെൻ ഈ ഡീന്റെ വാല്യൂ ഇവിടെ കൊടുത്തു നോക്കാം. ഡീന്റെ വാല്യൂ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ A ഡോട്ട് ഡീന്റെ വാല്യൂ C minus lambda B equal to 0. അതായത് A ഡോട്ട് C minus lambda A dot B equal to 0. A dot C divided by A dot B equal to lambda. ലാംഡന്റെ വാല്യൂ കിട്ടി അല്ലേ.
അപ്പോൾ ലാംഡന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡി വെക്ടർ ഈസി ആയിട്ട് കാണാം. എങ്ങനെ? സി മൈനസ് ലാംഡന്റെ വാല്യൂ എ ഡോട്ട് സി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി ഇൻറ്റു ബി വെക്ടർ. ഇതാണ് എന്ത് വരിക, ഡി വെക്ടർ അല്ലേ. സി മൈനസ് എ ഡോട്ട് സി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി ഇൻറ്റു ബി വെക്ടർ, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ മോഡ് ഓഫ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് ഓഫ് എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ ആണ്. മോഡ് ഓഫ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക, മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. സോറി എ ക്രോസ് ബി പറഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റയാണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇത് മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ദെൻ കോമൺ ആയിട്ടുള്ള പുറത്തെടുത്ത് കഴിഞ്ഞാൽ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. അപ്പൊ എന്താ വരിക, മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ ആണ് വരിക. ഓപ്ഷൻ എ ആണ് ശരിയായ. നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചാൽ മതി. മോഡ് ഓഫ് എ പ്ലസ് ബി ബി പ്ലസ് സി സി പ്ലസ് സി, സോറി മോഡല്ല, ബോക്സ് ഓഫ് എ പ്ലസ് ബി ബി പ്ലസ് സി സി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ബോക്സ് എ ബി സി ആണ്. ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സ് പ്രൊഡക്റ്റ്, സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ബോക്സ് എ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡോട്ട് ബി ക്രോസ് സി ആണ്. ദെൻ ബോക്സ് ഓഫ് എ പ്ലസ് ബി ബി പ്ലസ് സി സി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2 ടൈംസ് ബോക്സ് എ ബി സി. ദെൻ ബോക്സ് ഓഫ് എ ക്രോസ് ബി ബി ക്രോസ് സി സി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ബോക്സ് ഓഫ് എ ബി സി ദ ഹോൾ സ്ക്വയർ ആണ് വരിക. ഇത് രണ്ടും നിങ്ങൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കണം. ഇത് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചിട്ടുണ്ടാകും, ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. അപ്പോൾ 18 നോക്കി നോക്കാം. ബോക്സ് ഓഫ് എ ക്രോസ് ബി ബി ക്രോസ് സി സി ക്രോസ് സി പറഞ്ഞാൽ ലാംഡ ടൈംസ് ബോക്സ് എ ബി സി ഹോൾ സ്ക്വയർ. അപ്പോൾ ലാംഡന്റെ വാല്യൂ എന്താ വരിക, ലാംഡ ഈക്വൽ ടു 1. ரொம்ப ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വെക്ടറുകളും തന്നിട്ടുണ്ട്. ദെൻ കുറച്ച് ക്രോസ് ചെയ്യാനും ഡോട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഒന്നുമില്ല. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞതെന്ന് അറിയോ? 20ാമത്തെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ. അത് കീമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. കുറേ വട്ടം കീമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ നോക്കിയാ 2 വെക്ടറുകൾ തന്നിട്ടുണ്ട്. 2 അല്ല 3 വെക്ടറുകൾ തന്നിട്ടുണ്ട്. ഞാൻ ഈ വെക്ടറുകളുടെ പേര് എഴുതി, എ ബി സി എന്ന് വെറുതെ പേരിട്ടു. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞറിയോ, ഈ വെക്ടറിന്റെയും പ്ലെയിനിലുള്ള ഒരു വെക്ടർ കണ്ടെത്തണം. ആ വെക്ടർ സി എന്ന് പറഞ്ഞ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ? we need to find a vector which is laying in the plane of a and b and perpendicular to c. എങ്ങനെ കാണുന്നല്ലോ, എന്റെയും ബിന്റെയും പ്ലെയിനിലുള്ള വെക്ടറും സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സി ക്രോസ് എ ക്രോസ് ബി ചെയ്താൽ മതി. ഇത് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ കൺസെപ്റ്റ് എന്താണ്, ഈ റിസൾട്ടന്റ് വെക്ടർ അഥവാ സി ക്രോസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ ഈ റിസൾട്ടന്റ് വെക്ടർ എവിടെ ഉണ്ടാവുക, എന്റെയും ബിന്റെയും പ്ലെയിനിലാണ് ഉണ്ടാവുക. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആരാണോ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള വെക്ടറുകളുടെ പ്ലെയിനിലുള്ള വെക്ടർ ആയിരിക്കും അത് പുറത്തുള്ള വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സി ക്രോസ് എ ക്രോസ് ബി വിൽ ബി എ വെക്ടർ വിച്ച് വിൽ ബി ലേയിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി ആൻഡ് പെർപെൻഡിക്കുലർ ടു സി. സിമിലർലി എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞ വെക്ടർ എന്തേക്കാരം വരുന്നുണ്ടാവുക, എ ക്രോസ് ബി ക്രോസ് സി വിൽ ബി എ വെക്ടർ വിച്ച് വിൽ ബി ലേയിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി ആൻഡ് പെർപെൻഡിക്കുലർ ടു എ. ആൻഡ് ബി ക്രോസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ വെക്ടറോ എ ക്രോസ് സി എന്ന് പറഞ്ഞ വെക്ടറോ this will be a vector laying in the plane of A and C and perpendicular to B. Clear? ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ആ ഫോർമുല? 132 മൈനസ് 123 ആദ്യ രണ്ടും ഡോട്ട്. ഈ ഫോർമുല വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞ വെക്ടർ കാണാം, എന്നിട്ട് സീനേറ്റ് ക്രോസ് ചെയ്താലും മതി. ദെൻ ഈ ഫോർമുല എങ്ങനെ, നമ്മൾ ഈ ഫോർമുലയുടെ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഫസ്റ്റ് ഈ വെക്ടർ നമ്പർ ചെയ്യും, ബ്രാക്കറ്റിന്റെ പുറത്തുള്ള വെക്ടർ നമ്പർ 1, ദെൻ ഓർഡറിൽ നമ്പർ ചെയ്യുക 1 2 3. ദെൻ ഈ ഫോർമുല ഓർത്തുവെക്കുക, 132 അതായത് സി വെക്ടറും ബി വെക്ടറും ഒന്നാമത്തെ മൂന്നാമത്തെ വെക്ടർ അതിന് ഡോട്ട് ചെയ്യാം, ഇൻറ്റു രണ്ടാമത്തെ വെക്ടർ ഇൻറ്റു എ വെക്ടർ മൈനസ് 123 1 2 സി ഡോട്ട് എ ഇൻറ്റു എന്താണ് ബി വെക്ടർ. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താ വരിക, സി ഡോട്ട് ബി, ഇതേ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എത്ര വരും, സി ഡോട്ട് ബി 1 + 2 + 1 അല്ലേ, 1 × 1 1 + 2 + 1 എത്രയാണ്, 1 + 2 + 1 എന്ന് പറഞ്ഞാൽ 4 എ വെക്ടർ മൈനസ് സി ഡോട്ട് എ എന്താ വരിക, 1 + 1 + 2 1 + 1 + 2 എന്ന് പറഞ്ഞാൽ എഗെയിൻ 4 ബി വെക്ടർ അഥവാ 4 ടൈംസ് എ മൈനസ് ബി. ഇത് പോയാൽ ഐകള് പോയി മൈനസ് ജെ വരും, ദെൻ പ്ലസ് കെ വരും അല്ലേ. നോക്കിയാ ഈ വെക്ടർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, സി ക്രോസ് എ ക്രോസ് ബി കിട്ടിയത്. ഈ വെക്ടറിന്റെ പ്രത്യേകത അത് എന്റെയും ബിന്റെയും പ്ലെയിനിൽ ഉണ്ടാവും, സിക്ക് പെർപെൻഡിക്കുലർ ആകും.
ഇതിന് പാരലായിട്ടുള്ള സകല വെക്ടറും ഈ വെക്ടറിന് പാരലായിട്ടുള്ള സകല വെക്ടറും എന്താണ് എന്റെയും ബിന്റെയും പ്ലെയിനിലാകും, സിക്ക് പെർപെൻഡിക്കുലർ ആകും. അപ്പോൾ ഇത് നമുക്ക് 4 ടൈംസ് മൈനസ് ജെ പ്ലസ് കെ എന്ന് പറഞ്ഞ ഒരു ഉത്തരമായി പരിഗണിക്കാം. ഇനി കോൺസ്റ്റന്റിന് പകരം എന്ത് വന്നാലും 3 ടൈംസ് മൈനസ് ജെ പ്ലസ് കെ ഈ ഉത്തരമായിട്ട് പരിഗണിക്കാം. ദെൻ ഈ മോഡലിലുള്ള വെക്ടർ ഏതാ നോക്കിയാൽ മതി. നോക്കിയാൽ ഓപ്ഷൻ ഡി ആണ്. ഡി എന്താന്ന് മൈനസ് ജെ പ്ലസ് കെ. ആ വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിന് പാരലാണ്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം.